ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ റെസിപ്പി ഉണ്ടാക്കാനുള്ള സാധനങ്ങള്, ഞാനിവിടെ ബ്രെഡ് ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത്, ഞാനിവിടെ മല്ലിയില, ഇത്രയും മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ഇതേപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള, ഞാനൊരു ചെറിയ കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. ഇത്രയും സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് നമ്മുടെ ഉപ്പും വേണം. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് എന്നാലിനി ഉണ്ടാക്കാനൊക്കെ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ പച്ചമുളക്, അതേപോലെ ഇഞ്ചി, സവാള, പിന്നെ അതേപോലെ കറിവേപ്പില, പിന്നെ നമ്മളുടെ മല്ലിയില, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് അരച്ചു കൊണ്ടുവരാം. മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഞാനിത് ഇങ്ങോട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് അരച്ചെടുത്തത് കേട്ടോ. കുറച്ച്, അപ്പൊ ഇത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ 3 മുട്ടയും നമുക്ക് ഇങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം. മൂന്ന് മുട്ട അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പാല്, ഇത്രയും പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതേ ഫ്രിഡ്ജിൽ വെച്ച കത്തേക്ക് അതൊന്നും ഇങ്ങോട്ട് ചൂടായി വരട്ടെ. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഈ ബ്രെഡ് അങ്ങോട്ട് മുക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി മുക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നാട് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി കൊടുക്കാം. ഇനി എല്ലാതും നമുക്ക് ഇതേപോലെ തന്നെ മുക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് അങ്ങോട്ട് മറിച്ചിടാം. കണ്ടില്ലേ? ഇനി ഒന്നും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഇതേപോലെ ബ്രെഡിൽ കോഴിമുട്ട മുക്കിയിട്ട് നമ്മൾ നെയ്യില് ആക്കിയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ അതൊന്നും ഞാൻ ഒന്നും കൂടി വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയതാണ്. എന്താ വെച്ചാൽ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടും. അതാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിക്കാൻ കാരണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.